ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നോർമൽ ലൈഫിലേക്ക് എത്തിയിരിക്കണം. എന്ത് തോന്നുന്നു അപ്പോൾ? വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചത് കുറച്ചൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോഴും എസ്പെഷ്യലി ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അപ്പം ഇപ്പൊ കുറെ പോസിറ്റീവ് വരുമ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ വീട്ടിലായാലും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അമ്മയും സഹോദരി ചേച്ചിയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതെ. ഇപ്പോൾ അച്ഛനും കൂടെ അക്സെപ്റ്റ് ചെയ്തൊരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. താങ്കളുടെ പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ ഉള്ളപ്പോ തന്നെ അച്ഛൻ വിളിച്ച അമ്മോട് ഫാമിലി നെയിം യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്ത് വന്നപ്പം എനിക്കറിയില്ല, ചിലപ്പോൾ എല്ലാ റെസ്പോൺസസും പോസിറ്റീവ് ഒക്കെ കണ്ട് അച്ഛൻ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല, എനിക്ക് പേടിയായിരുന്നു ചീത്ത പറയാനാണോ. അപ്പം മെസ്സേജിൽ എന്തുണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ അച്ഛനെ കണ്ടു, ഞങ്ങൾ പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ച് ഇപ്പൊ ആള് തിരിച്ച് വീട്ടിലോട്ട് വരണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീട്ടിലോട്ട് തന്നെയായിരിക്കും. അച്ഛനെ ഫസ്റ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു ഒരു അത് ഭയങ്കര ഇമോഷണലായി, സർപ്രൈസ്. പക്ഷെ ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്യില്ല. അച്ഛനും പറഞ്ഞു ഒന്നും നമുക്ക് കഴിഞ്ഞതൊന്നും ഡിസ്കസ് ചെയ്യണ്ട, ലൈക്ക് ഒരു റീസ്റ്റാർട്ട് പോലെ എല്ലാം തുടങ്ങാം. ഇപ്പൊ നമ്മൾ അതിനി പറഞ്ഞാലും കുറെ ഓഫ്വേർഡ് ആവല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല ഹാപ്പി. അത്ര ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര ജിൻഡോ ചേട്ടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? ജിന്നു ചേട്ടൻ എന്നെയോ? അല്ല, താങ്കള് അല്ല, ഞാനത് ഇപ്പൊ സ്റ്റേജിൽ വെച്ചായാലും ഞാൻ ലാസ്റ്റ് ഇറങ്ങുമ്പം ജിൻഡോ ചേട്ടൻ അച്ഛനാണ് പോലെ ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഞാനൊരു കമന്റ്സോ പുറത്തെ ഇത് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും പേര് കോർണർ ചെയ്തപ്പോഴും ജിൻഡോ ചേട്ടനായിരുന്നു എനിക്ക് പല ടാസ്കിന്റെ മുന്നിലായാലും നീ നന്നായി കളിക്കണം, നീ പുറത്തിറങ്ങിയാലും നീ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേരിൽ ഇപ്പൊ അൻസിബിയും ജിൻഡോ ചേട്ടൻ മാത്രമേ അതിലുള്ളൂ. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ അങ്ങനെ ഒരു ഇത് എക്സ്പ്രസ് ചെയ്തതാണ്. പിന്നെ അതിനകത്ത് കുറച്ചെങ്കിലും ഒരു ഇന്നസെൻസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് ആളെ ഫീൽ ചെയ്തു. ഈ നട്ടലില്ലാത്തവെന്നുള്ളൊരു പ്രയോഗം അതില് ജിൻഡോ ചേട്ടൻ ഭയങ്കരമായിട്ട് താങ്കളെ സപ്പോർട്ട് ചെയ്തു. അത് എന്ത് തോന്നുന്നു ആ ഒരു? അത് വളരെ സന്തോഷം. കാരണം ഞാൻ ഉണ്ടായിരുന്നപ്പോ നന്ദനെ കുറെ വട്ടം ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ഇത് പുറത്താണെങ്കിലും ഇങ്ങനെ നട്ടലിന് ഇഷ്യൂസ് ഉള്ള കുറെ പേർക്ക് ഇത് എഫക്ട് ചെയ്യും ഇത് കേൾക്കുമ്പോൾ. അപ്പൊ അത് സായി ആണെങ്കിലും നന്ദനെ ആണെങ്കിലും അത് കുറെ പുച്ഛിച്ച ആ സമയത്ത് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ജിൻഡോ ചേട്ടൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് സായി തന്നെ പിരികേറ്റി നന്ദനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു അന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ. അപ്പോ അത് പറഞ്ഞപ്പോഴും ജിൻഡോ ചേട്ടൻ അത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ഞാൻ അത് എന്റെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്തുള്ളപ്പോ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഇപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് വായ തുറന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇപ്പോഴത്തെ ഒരു പുറത്തിറങ്ങിയ ശേഷം ഗെയിം കണ്ടിരുന്നോ ബിഗ് ബോസ്? ഞാൻ ഫുള്ളായി കണ്ടിട്ടില്ല. ഞാൻ ഒന്നോ രണ്ടോ എപ്പിസോഡ്സ് പുതിയത് കണ്ടു. ലൈക്ക് ലാലേട്ടന്റെ ഒരു എപ്പിസോഡ് കണ്ടു. പിന്നെ ഷോർട്സ് അയച്ചു തരില്ല ഇൻസ്റ്റയിലൊക്കെ ഉള്ള, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഗബ്രി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ അവരൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളെല്ലാം ഔട്ട് ഇനിയില്ല. താങ്കൾ അന്ന് പറഞ്ഞിരുന്നു അതൊന്നൊരു ഫേക്ക് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പോ? ഇപ്പം എനിക്ക് നല്ലതായിട്ടാ തോന്നുന്നത് ഫോർ ജാസ്മിൻ. കാരണം ജാസ്മിൻ ഇനി ഇറങ്ങി കളിക്കാം. ജാസ്മിൻ നല്ല എന്താണ് ഗെയിമിൽ നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരാളാണ്. നല്ല സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കാൻ അറിയാം. അപ്പൊ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ജബ്രി എന്ന് പറയുന്ന ഒരു കോംബോ കാരണമായിരുന്നു അവർക്ക് മാക്സിമം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ഗബ്രി പോകുമ്പോൾ ഒബ്വിയസ്ലി അത് ജാസ്മിന് പോസിറ്റീവ് ആവും, കുറച്ചുകൂടി നന്നായി ഇറങ്ങി കളിക്കാൻ പറ്റുന്നതാണ് ഫീലിംഗ്. ഈ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും ഇതെന്നാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അങ്ങനെ പറഞ്ഞിരുന്നോ? അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ക്വിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഓക്കെ ആയല്ലോ. അതൊരു ജസ്റ്റ് അത് ചുമ്മാ പറഞ്ഞതായിരിക്കും. എന്തായാലും ജാസ്മിൻ കിട്ടിയില്ല, എന്തായാലും 100 days വരെ മാക്സിമം നിൽക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഞാൻ ജാസ്മിൻ നെഗറ്റീവ് അല്ലേ, തിരിച്ചു പോകണമെന്ന് ഞാൻ അതിനകത്ത് ചോദിച്ചപ്പോൾ നെഗറ്റീവ് ഒന്നും പ്രശ്നമില്ല, എനിക്ക് 100 ദിവസം ഇവിടെ നിന്നിട്ടേ ഞാൻ ഇറങ്ങുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജാസ്മിൻ എന്തായിരുന്നു. ഇനിയുള്ള ബാക്കിയുള്ള ഫ്യൂച്ചർ ഫാമിലി പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകണം, പഴയ പോലെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഇപ്പൊ അച്ഛനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കണം. ഇപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ബാക്കി വീട്ടിൽ തന്നെ നിന്നാൽ മതി, പൂനെയിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ജോലിയൊക്കെ ആക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ ഇനി ലൈഫ് മുന്നോട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം പോകണം തന്നെയാണ് ആഗ്രഹം. ബ്രോ, അമ്മയുടെ ഒക്കെ ഉള്ള വീഡിയോ ഇറങ്ങിയപ്പോഴേ നന്നായിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരും. കാരണം ഒബ്വിയസ്ലി ഞാൻ കുറെ കമന്റ്സ് ഈ കമ്മ്യൂണിറ്റിക്ക് എതിരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു അമ്മ ഇത്ര ഓപ്പൺ ആയി പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് എപ്പോഴും ഉണ്ടാവണം, ഇനി അത് നെഗറ്റീവ് ആവാതെ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പൊ അദ്ദേഹം ഇത്ര നല്ലൊരു നിങ്ങൾ നമ്മളൊരു ബന്ധമില്ലാത്ത പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമങ്ങൾ എങ്ങനെയായിരുന്നു ശരിക്കും? ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു?
അത് കാരണം ചെറുപ്പത്തിൽ നല്ല ബോണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു കണക്ഷൻ ഇല്ലാതെ ആയി മാറി അച്ഛനായിട്ട്. അപ്പം എനിക്കൊരു ഫാദർലി ഫീലിംഗ് എന്താന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അധികം എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഒബ്വിയസ്ലി എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാണല്ലോ, ഒന്ന് തുടങ്ങാന്നുള്ള ഒരു ഇതാണ്. എപ്പോഴെങ്കിലും അതിന്റെ ഓർത്ത് കരഞ്ഞു സങ്കടപ്പെട്ടു വന്നിട്ടുണ്ടോ? സങ്കടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് കൂടുതൽ കാരണം അച്ഛന്റെ സ്നേഹത്തിനെക്കാട്ട് ഉപരി അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യത്തിനും അമ്മ, ഇപ്പൊ അമ്മയുടെ കയ്യിൽ ഒരു 1000 രൂപ ഉള്ളെങ്കിലും അത് നമുക്കൊരു ആവശ്യം വന്നാൽ ഫുൾ നമുക്ക് വേണ്ടി തരാനും അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള അമ്മ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം അച്ഛന്റെ ഒരു കുറവ് അറിഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും ആ ഒരു അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനം എപ്പോഴും ഉണ്ടല്ലോ. അപ്പോ അതിന്റെ ഒരു സ്ഥാനം അവിടെ ഉണ്ട്. അത് ഇനിയെല്ലാം ശരിയാവുന്നു. ഇപ്പോ